ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മകളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അതിനുമുമ്പ് പറയാനുള്ളത്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണെങ്കിൽ ആദ്യം തന്നെ ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ, ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് എക്കണോമിക് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടാണ്, സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്ക് മക്കളെ, നിങ്ങൾക്ക് ഒരു പിക്ചേഴ്സ്, ഇങ്ങനെ 3 പിക്ചേഴ്സുകൾ ഇങ്ങനെ തരും. എന്നിട്ട് നിങ്ങളോട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അവിടുത്തെ എക്കണോമിക് സെക്ടേഴ്സ് ഏതാണ്, അതായത് അവിടുത്തെ സാമ്പത്തിക മേഖലകൾ ഏതൊക്കെയാണ്, അത് തിരിച്ചറിയാൻ എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ABC എന്ന് പറഞ്ഞ 3 പിക്ചേഴ്സ് വരും. അവിടുത്തെ എക്കണോമിക് സെക്ടർ അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തിക മേഖലകൾ ഏതാണ് ഓരോന്നുമെന്ന് തിരിച്ചറിയാൻ ചോദിക്കും. അപ്പോൾ മക്കളെ, നിങ്ങൾക്കൊന്ന് നോക്ക്, എത്ര പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലകളെ കുറിച്ച് അല്ലെങ്കിൽ എക്കണോമിക് സെക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. 3 എണ്ണം ഉണ്ട് എന്നറിയാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം കാണിച്ചത് അഗ്രികൾച്ചർ ആണ്. അപ്പോൾ അഗ്രികൾച്ചർ ഏത് സെക്ടറിലാണ് പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഏത് സെക്ടറിലാണ്, പ്രൈമറി സെക്ടറിലാണ്. അപ്പോൾ ഏതിലാണ് പെടുക, പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ നമുക്ക് പറയുന്ന പേര് പ്രാഥമിക മേഖല. എന്താ പറയുക, പ്രാഥമിക മേഖല എന്നാണ് നമ്മൾ പറയുന്നത്. റെഡി അല്ലേ? രണ്ടാമത്തെ സെക്ടർ എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടർ ആണ്. ഏതാണ് മക്കളെ, സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ദ്വിതീയ മേഖല. എന്താ വിളിക്കുക, ദ്വിതീയ മേഖല എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് അത് ഏതാണ്, ഈ പറയുന്ന ടെറിഷറി സെക്ടർ ആണ്. ഈ ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക തൃതീയ മേഖല. എന്താ വിളിക്കുക, തൃതീയ മേഖല എന്നാണ് വിളിക്കുക. ഇങ്ങനെ 3 മേഖലകൾ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലകൾ. അപ്പൊ നമുക്ക് ആ സാമ്പത്തിക മേഖലകളെ കുറിച്ച് പഠിച്ചാലോ. പ്രധാനപ്പെട്ട 3 എണ്ണം ഏതൊക്കെയാണ് മക്കളെ, ആ പ്രധാനപ്പെട്ട പ്രൈമറി സെക്ടർ, ഒന്ന് പ്രൈമറി സെക്ടർ, സെക്കൻഡ് വൺ സെക്കൻഡറി സെക്ടർ, അതേപോലെ തന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ടെറിഷറി സെക്ടർ കേട്ടോ, ടെറിഷറി സെക്ടർ. അപ്പോൾ ഓർത്ത് വെച്ചോ, പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല, സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖല, അതുപോലെ തന്നെ ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖല. ഇനി ഓരോന്നും എക്സാമ്പിൾ ഏതാണ്, പ്രാഥമിക മേഖലയുടെ എക്സാമ്പിൾ ആണ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി, അതുപോലെ ഫോറസ്ട്രി അല്ലെങ്കിൽ വനം അല്ലേ, ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണം ഏതാണ്, കൺസ്ട്രക്ഷൻ, ഈ പറയുന്ന നിർമ്മാണം, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി അല്ലേ, ഈ പറയുന്ന ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, വൈദ്യുതി ഉൽപാദനം ഒക്കെ ഈ ഒരു സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിൽ പെടുന്നതാണ്. ഇനി അത് കഴിഞ്ഞാൽ ടെറിഷറി സെക്ടർ ഏതാണ്, അതിലാണ് ഹെൽത്ത് കെയർ, ആരോഗ്യ പരിചരണം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം. മക്കളെ, ഈ പ്രധാനപ്പെട്ട ഈ 3 സെക്ടേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കണം. നമുക്ക് ഓരോന്നോരോന്ന് പെട്ടെന്ന് നോക്കാം. ആദ്യം തന്നെ പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നാണ് മക്കളെ. ഈ പ്രൈമറി സെക്ടറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത് എർത്തിനകത്ത് അല്ലെങ്കിൽ ഭൂമിക്കകത്ത് നിന്ന് കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സസ് ആണ്. അതായത് പ്രധാനപ്പെട്ട പ്രകൃതി വിഭവങ്ങൾ ഉണ്ടല്ലോ, ആ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നമ്മൾ നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് പ്രൈമറി സെക്ടറിൽ പെടുക കേട്ടോ. അപ്പോൾ നോക്കി, ദ പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ് ദ ആക്ടിവിറ്റി ഡയറക്ട്ലി യൂട്ടിലൈസ് നാച്ചുറൽ റിസോഴ്സസ് കേട്ടോ. നാച്ചുറൽ റിസോഴ്സസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഇനി അതിന്റെ ഏതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ, അത് ഈ ഒരു സെക്ടറിനെ വിളിക്കുന്ന പേര് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പേര് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ കാർഷിക മേഖല എന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു മേഖലയെ വിളിക്കുന്നുണ്ട്. അതിന്റെ ഉദാഹരണമാണ് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, മൈനിങ്, ഫിഷറീസ്. ഇതൊക്കെ എക്സാമ്പിൾ ആണ് അല്ലേ. കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾ നോക്കിയാൽ ഈ നാച്ചുറൽ റിസോഴ്സസിലെ ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇത് പ്രൈമറി സെക്ടറിൽ വരുന്നത്. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ മക്കളെ, പെട്ടെന്ന് അടുത്ത് നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ എന്താണ് സെക്കൻഡറി സെക്ടർ എന്താണ് മക്കളെ. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ ഈ പ്രാഥമിക മേഖലയിലുള്ള അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, ഈ നാച്ചുറൽ റിസോഴ്സസ്, റോ മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഇത് സെക്കൻഡറി സെക്ടറിൽ വരിക കേട്ടോ. അപ്പോൾ നോക്ക്, അതിൽ മെയിനായിട്ട് പറയുന്നുണ്ട് ക്രിയേറ്റ് ന്യൂ പ്രൊഡക്ട്സ് യൂസിങ് റോ മെറ്റീരിയൽസ് ഫ്രം പ്രൈമറി സെക്ടേഴ്സ്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, പ്രൈമറി സെക്ടേഴ്സിലുള്ള പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. അതിൽ ഉദാഹരണം വരുന്നത് വൈദ്യുതി ഉൽപാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം എക്സെട്ര ആണ് കേട്ടോ. പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ എക്സെട്ര. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു എക്സാമ്പിൾ ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ്. ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഇതുപോലെ തന്നെ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം, അതിൻ്റെ സിമെന്റ് വേണം, മെറ്റൽ വേണം, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വേണം അല്ലേ. മിനറൽസ് വേണം. മിനറൽസ് മീൻസ് ഇതിൽ ഇരുമ്പ് വേണം അല്ലേ, ഇരുമ്പിന്റെ കമ്പി ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അയേൺ അല്ലെങ്കിൽ ഇരുമ്പാണ്. ഇതൊക്കെ കിട്ടുന്ന എവിടെ നിന്നാണ്, പ്രകൃതിയിൽ നിന്നാണ്. അപ്പോൾ പ്രകൃതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ്, പ്രൈമറി സെക്ടറിലെ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സെക്ടറാണ് ആക്ച്വലി ഇത് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോളേ. അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വൺ ആണ് ടെറിഷറി സെക്ടർ. എന്താണ് ടെറിഷറി സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറി സെക്ടറിനും പ്രാഥമിക മേഖലയ്ക്കും അതേപോലെ തന്നെ മക്കളെ സെക്കൻഡറി സെക്ടർ ഉണ്ടല്ലോ അല്ലെങ്കിൽ ദ്വിതീയ
ദ്വിതീയ മേഖലയുണ്ടല്ലോ, ഈ പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ പിന്തുണ നൽകുന്ന പ്രധാനപ്പെട്ട സെക്ടറാണ് ഇത് ടെറിഷറി സെക്ടർ. അപ്പോൾ ഓർത്ത് വെച്ചോ, ടെറിഷറി സെക്ടർ പ്രൊവൈഡ്സ് ദ സപ്പോർട്ട് ടു എക്കണോമിക് ആക്ടിവിറ്റീസ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടേഴ്സ്. അപ്പോൾ ഓർത്ത് വെച്ചോ മകളെ, പ്രധാനമായിട്ട് അവിടെ പറയുന്നുണ്ട് പ്രാഥമിക ദ്വിതീയ മേഖലകൾക്ക് വേണ്ട പ്രവർത്തനത്തിന് വേണ്ട പിന്തുണ നൽകുന്ന മേഖലയാണ് ആക്ച്വലി ഇത് ദ്വിതീയ മേഖല എന്ന് പറയുന്നത് കേട്ടോ. ഇത് ആണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കേണ്ടത് മകളെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒരു അടുത്തൊരു ക്വസ്റ്റ്യൻ മകളെ, നിങ്ങൾ നോക്കി, ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട വർക്കുകളും ഇപ്പുറത്തെ ഭാഗത്ത് സെക്ടേഴ്സും കാണിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ജോലിയുണ്ട്, ഒരു ഭാഗത്ത് അതിന്റെ മേഖലകളുണ്ട്. അപ്പൊ ഇത് ഏതാണെന്നുള്ളത് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഇതിനകത്ത് ഏതായിരിക്കും ഓപ്ഷനിൽ വരാൻ പറ്റുന്നത്? നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ആൻസറും അതിന്റെ നേരെ താഴെ കൊടുക്കുന്നുണ്ട്. മൂന്ന് പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് കറക്റ്റ് ആൻസർ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കിക്കോട്ടോ. നിങ്ങൾക്ക് കൽക്കരി ഖനനം എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അല്ലേ കൽക്കരി. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഏതിലാ വരിക? അത് പ്രാഥമികത്തിലാണ് വരിക അല്ലെ, പ്രാഥമിക മേഖലയിലാണ്. അപ്പൊ ഈ പറയുന്ന മൈനിങ് കോൾ എന്ന് പറഞ്ഞാൽ അത് പ്രൈമറി സെക്ടറിലാണ് വരിക അല്ലെ. ഓക്കെ, അറിയാലോ. ഇനി അത് കഴിഞ്ഞാൽ മക്കൾ ചെയ്ത അടുത്തത് നിങ്ങൾ നോക്ക്, ഡ്രൈവിംഗ് എ ബസ്സാണ്. ഇതുപോലെ തന്നെ ബസ്സുമായി ബന്ധപ്പെട്ടാണ് അല്ലെ, ഈ പറയുന്ന ബസ് ഡ്രൈവിംഗ് ആണ്. ആ ബസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് ഏതാണ്? അതൊരു സേവന മേഖലയാണ്. അപ്പൊ സേവനം എന്ന് പറയുമ്പോൾ സർവീസ് ആണല്ലോ, അത് തൃതീയ മേഖലയിലാണ് വരിക അല്ലെ, തൃതീയ മേഖല അല്ലെങ്കിൽ ടെറിഷറി സെക്ടറിലാണ് എന്ത് ചെയ്യുക, അത് വരിക അല്ലെ. അത് കഴിഞ്ഞാൽ മേക്കിംഗ് പേപ്പർ ആണ് അല്ലെ, പേപ്പർ നിർമ്മാണമാണ്. പേപ്പർ നിർമ്മാണം ഇൻഡസ്ട്രിയാണ്. അപ്പൊ അത് സെക്കൻഡറി സെക്ടറിലാണ് വരിക അല്ലെ. ഈ പറയുന്ന പേപ്പർ നിർമ്മാണം അത് ദ്വിതീയ മേഖലയാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 3 അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്ക് നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 1. അത് കഴിഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ അതിന് നേരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതേതാണ്, 2. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻസ് ഒക്കെ വരുന്നത് ഈ പറഞ്ഞ A3, B1, C2 എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ 3 വരുന്നത് അല്ലേ. അപ്പൊ 3 റൈറ്റ് ആൻസർ. അപ്പൊ ഈ രീതിയിലേക്ക് ഒരു ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ചോദിക്കട്ടോ. അപ്പൊ കൃത്യമായി പഠിച്ചു വെച്ചോളാം. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 കേട്ടോ. 3 ഇതിന്റെ റൈറ്റ് ആൻസർ കേട്ടോ. 3 കറക്റ്റ് ആൻസർ. 3 ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഈ രീതിയിലേക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്ററിനുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് പ്രൊഡക്ഷൻ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? മക്കളെ, എന്താണ് ഉൽപാദനം? ഉൽപാദനം എന്നാൽ എന്താണ്? ഉൽപാദന ഘടകങ്ങൾ എന്തെല്ലാം? അതാണ് ചോദിക്കുന്നത്. മക്കളെ, എന്താണ് ഉൽപാദനം? മക്കളെ, നിങ്ങൾ അവിടെ പറയുന്നുണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഉൽപാദനം എന്ന് പറയുന്നത്. സോ അവിടെ പറയുന്നുണ്ട് പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ പീപ്പിൾ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ പീപ്പിൾ. അപ്പൊ ഇത് പഠിച്ചു വെച്ചോളാം. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഉൽപാദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ അതാണ്. ഇത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തതൊരു ചോദ്യം, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത് 4 ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മൾ ഒരു നിങ്ങളൊരു ബിസിനസ്സുകാരനാവാൻ ഭാവിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഇൻഡസ്ട്രി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വ്യവസായമോ കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങണം, ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഘടകങ്ങൾ വേണം, എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം, ഒന്ന് ജസ്റ്റ് ഒന്ന് മക്കളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇതാ ഒരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് വേണം? ലാൻഡ് വേണം അല്ലെ, ഭൂമി വേണം, ഉറപ്പല്ലേ. ലേബർ വേണ്ടേ, അവിടെ ജോലി ചെയ്യാൻ ആൾക്കാർ വേണ്ടേ? വേണം, ലേബേഴ്സ് വേണം. അതുപോലെ തന്നെ എന്ത് വേണം? ക്യാപിറ്റൽ വേണം അല്ലേ, ഈ പറഞ്ഞ മൂലധനം വേണം. പൈസ വേണ്ടേ? പൈസ മാത്രമല്ല, ഈ സാധനങ്ങൾ വാങ്ങണം, പുതിയ ടൂൾസുകൾ വാങ്ങണം, മെഷീൻസ് വാങ്ങണം, ഫാക്ടറീസ് ഉണ്ടാക്കണം. അപ്പൊ അതിനൊക്കെ എന്ത് വേണം? ക്യാപിറ്റൽ വേണം. അതുപോലെ ഓർഗനൈസേഷൻ വേണം. അതേപോലെ തന്നെ എന്താണ്? സംഘാടനം വേണം അല്ലേ. സംഘാടനം മീൻസ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരാൾ വേണം. ഇതാ മക്കളെ, ഇതാ എല്ലാവരും ഇവിടെ നോക്കിയോ, കണ്ടോ, നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ തുടങ്ങാൻ എവിടെയെങ്കിലും ഒരു ഷോപ്പോ കാര്യങ്ങളോ ഉണ്ടാക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ലാൻഡ് എന്ന് വെച്ചാൽ വെറും ഒരു ഭൂമി മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട സോയിൽ ഉദ്ദേശിക്കുന്നുണ്ട്, സൺലൈറ്റ് ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ ഇതിൽ വരും, ഈ ലാൻഡിൽ വരും. അതേപോലെ തന്നെ ലേബേഴ്സ് വേണ്ടേ, അധ്വാന ശേഷിയുള്ള ആൾക്കാർ വേണം, നല്ല മാൻ പവർ വേണം അല്ലേ, അത് ലേബേഴ്സ് വേണം. അതേപോലെ തന്നെ നോക്കി മക്കളെ, ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലെ തന്നെ മെഷീൻസ്, പുതിയ ടൂൾസ്, മെഷീൻസ്, ഫാക്ടറീസ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യണം? വേണം. അത് ഉറപ്പായിട്ട് വേണം. പിന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ തന്നെ കൊണ്ടുവരുന്ന ഒരാൾ വേണം അല്ലേ. അതാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘാടനം എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതൊക്കെയാണ് ഉൽപാദന ഘടകങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഓർത്ത് വെച്ചോ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ കേട്ടോ. അങ്ങനെ ആ രീതിയിലേക്ക് എന്ത് ചെയ്യും, ചോദ്യം വരും. അങ്ങനെയാണെങ്കിൽ മക്കളെ, അടുത്ത ഇതിലേക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്ന റിവാർഡുകൾ അല്ലെങ്കിൽ പാരിതോഷികമാണ്. മക്കളെ നോക്കി, ഒരാൾ ലാൻഡ് ആണ് എടുത്തതെങ്കിൽ ലാൻഡിന് കിട്ടുന്നത് എന്തായിരിക്കും? റെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേജ് ആർക്കാണ് കിട്ടുക? അപ്പൊ നിങ്ങൾ നോക്കി മക്കളെ, ഭൂമി
ഭൂമിയുണ്ട്, ഭൂമിക്ക് കിട്ടുന്നത് പാട്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കൂലി ആർക്കായിരിക്കും കിട്ടുക? കൂലി ആർക്കാണ് കിട്ടുക മക്കളെ? കൂലി ആർക്കാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലിനാണ് എന്ത് കിട്ടുക? കൂലി കിട്ടുക. അപ്പോൾ ഇവിടെ വരിക തൊഴിലാണ്. തൊഴിലിന് എന്ത് ചെയ്യും? കൂലി കിട്ടും. ഈ പറഞ്ഞ ലേബർക്കാണ് എന്ത് കിട്ടുക? വേജ് കിട്ടുക അല്ലെ? ലേബർക്ക് വേജ് കിട്ടും. ഇനി ക്യാപിറ്റൽ ആണ് എടുക്കുന്നതെങ്കിൽ, മൂലധനമാണ് എടുക്കുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഓർത്ത് വെച്ചോളാം, എന്താണ്? ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് പലിശയാണ്. അങ്ങനെയാണെങ്കിൽ ലാഭം കിട്ടുന്നത് ആർക്കാണ്? ലാഭം കിട്ടുന്നത് ഇതിന്റെ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ആൾക്കാണ്, അല്ലെങ്കിൽ സംഘാടകനാണ്. സംഘടിക്കുന്ന ആൾക്ക്, സംഘാടനത്തിനാണ് എന്തുണ്ട്? അതിന്റെ ലാഭം ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇവിടെ വരിക ഓർഗനൈസേഷൻ ആണ് എന്ത് വരിക? ഇതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പൊ കുഞ്ഞുങ്ങളെ ഇത് ഓർത്ത് വെച്ചോ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനകത്ത് അവർക്ക് കിട്ടുന്ന റിവാർഡ്സുകൾ ജസ്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് വരച്ചോ. ഈ ഒരു റിവാർഡ്സുകൾ ഓർത്ത് വെച്ചോ. ആ റിവാർഡ്സുകളിൽ അവിടെ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോന്നും പറയുന്നുണ്ട്. അതിനകത്ത് ഇതാ നിങ്ങൾ നോക്കിയോളൂ. ഈ ലാൻഡിന് കിട്ടുന്നത് ഇതുപോലെ തന്നെ റെന്റ്, ലേബർക്ക് കിട്ടുന്നത് ഇതേപോലെ തന്നെ വേജ്, ക്യാപിറ്റലിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ കിട്ടുന്നത് പ്രോഫിറ്റ് ആണ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇത് പഠിച്ചു വെച്ചോളേ. ഈ പറയുന്ന ഭൂമിക്ക് കിട്ടുന്നത് പാട്ടമാണ്, തൊഴിലിന് കിട്ടുന്നത് കൂലിയാണ്, അതേപോലെ തന്നെ മൂലധനത്തിന് കിട്ടുന്നത് പലിശയാണ്, സംഘാടനത്തിന് കിട്ടുന്നത് ലാഭമാണ്. പഠിച്ചു വെച്ചോളാം. റെഡി, സെറ്റ് അല്ലേ? ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും? ചോദിക്കും. ഇനി കുഞ്ഞുങ്ങളെ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്കിയോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ തന്നെ കൺസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ് മക്കളെ, നോക്ക്. ഇതൊരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്? നോക്ക് മക്കളെ. ആസ് എ കൺസ്യൂമർ, വാട്ട് ഓൾ റൈറ്റ്സ് ഡു വി ഹാവ് വൈൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെ? യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഒരു സാധനവും സേവനവും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇതുപോലെ തന്നെ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ഇതുപോലെ തന്നെ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ആ സാധനത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെയാണ്? ഇപ്പോൾ ഒറ്റ കാര്യം നോക്കിയാൽ, നിങ്ങളൊരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങണമെങ്കിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അത് എന്തായിരിക്കണം? നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അപ്പോൾ ക്വാളിറ്റി വേണ്ടേ? ഗുണമേന്മ വേണം. ഇതാണ് ഫസ്റ്റ് വൺ. ആഫ്റ്റർ സെയിൽ സർവീസ് വേണം, വിൽപ്പനാന്തര സേവനം വേണം. സാധനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് ഷോപ്പ് കൊടുക്കാനും അത് മാറ്റിത്തരാനോ അല്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരം തരാനോ എന്ത് ചെയ്യണം? ഷോപ്പുകാർ തയ്യാറാണോ? അപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ മക്കളെ, ക്രെഡിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്വാസ്യത, അല്ലെ? നമ്മൾ പലപ്പോഴും പല ബ്രാൻഡുകൾ നമ്മൾ വാങ്ങുന്നത് ആ ബ്രാൻഡ് അടിപൊളിയായിരിക്കും എന്നുള്ള ഒരു ക്രെഡിബിലിറ്റി കൊണ്ടാണ്, വിശ്വാസ്യത കൊണ്ടാണ്. അപ്പോൾ വിശ്വാസ്യത ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ നോക്ക് മക്കളെ, അക്യുറസി ഇൻ മെഷർമെന്റ് ആൻഡ് വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ അളവിലും തൂക്കത്തിലുള്ള കൃത്യതയാണ്. കൃത്യമായിട്ടുള്ള അളവ്, കൃത്യമായിട്ടുള്ള തൂക്കമായിരിക്കണം ഓരോ പ്രൊഡക്റ്റിനും ഉണ്ടാവേണ്ടത്. സോ ഇതാണ് നമ്മൾ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ഒരു സാധനവും സേവനവും വാങ്ങുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചോളണം കേട്ടോ. അപ്പോൾ മക്കളെ, ഇത്തരത്തിലേക്കുള്ള കുറേ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഈ പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററുള്ള ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിച്ചിട്ടുള്ളത്. സോ ഇനിയും ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന പബ്ലിക് ലൈവിനകത്ത് എന്ത് ചെയ്യും? നമ്മൾ പറയും. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ, ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇനി അടുത്ത വർഷം 7ാം ക്ലാസ് ആണ്. 7ാം ക്ലാസ്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചായിട്ടുള്ള അവഞ്ചേഴ്സ് ബാച്ച് ആണ്. നിങ്ങൾ നോക്കിയാൽ മതി, അവഞ്ചേഴ്സ് ബാച്ച് നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. അവഞ്ചേഴ്സ് ബാച്ചിൽ ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ചെയ്യേണ്ടത് 995400 എന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അവഞ്ചേഴ്സിന്റെ ഭാഗമായി മാറുക. കാരണം ഇപ്പോൾ നിങ്ങൾ അവഞ്ചേഴ്സിൽ ചേരുകയാണെങ്കിൽ ഒരു 10% അല്ലെങ്കിൽ ഒരു 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, സൈലത്തിന്റെ എഡ്യൂ ഫസ്റ്റ് ഓഫർ ആണ്. ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതുകൂടാതെ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് സ്മാർട്ട് വാച്ച്, ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് സ്മാർട്ട് വാച്ച് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സിന്റെ ഭാഗമാവുക. ഈ വർഷമാണെങ്കിൽ 3 പ്ലാനുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവഞ്ചേഴ്സ് പ്രധാനമായിട്ട് തരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മക്കളെ ശ്രദ്ധിച്ചോ, ഈ ബേസ് പ്ലാൻ ഉണ്ട്, അതേപോലെ തന്നെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫിനിറ്റി പ്രോ ഉണ്ട്. ഇപ്പൊ എന്നോട് ചോദിക്കാണ്ട്, സാറേ നിങ്ങൾ ഏത് എടുക്കാനാണ് നിങ്ങൾ ഇതുപോലെ തന്നെ പറയാ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇൻഫിനിറ്റി പ്രോ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നീറ്റ് ജെയ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഭാവിയിലേക്ക് എഴുതാൻ പോകുന്ന നീറ്റ് ജെയ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരെ അവൈലബിൾ ആയിട്ടുള്ള ബാച്ച് ആണ് ഇൻഫിനിറ്റി. അതാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച്. ആ ഫാൽക്കൺ ബാച്ചിന്റെ ആക്സസ് പോലും കിട്ടുന്നതാണ് ഇത് ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന ബാച്ച് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? എടുക്കുക. സോ അടിപൊളിയാക്കണം, മനോഹരമാക്കണം. അടുത്ത 7ാം ക്ലാസ് നമുക്ക് USS പിടിക്കണം, ഉഷാറാക്കണം. സോ എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ് പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബായ് മക്കളെ. JC സാറാണ്, ജിതിൻ സാറാണ്. ബായ് ഓൾ മക്കളെ. ബായ്.